ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു CS റാങ്കർ ബേസിൽ കളിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്നിട്ട് BRലെ വീഡിയോ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും പിന്നെ കളി തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിമി പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം തോന്നിയത്. അപ്പോൾ എനിമീനെ ഇപ്പോൾ ഞാൻ ഒരുത്തനെ പഠിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിമിയുടെ ഫ്രണ്ട് വന്നിട്ട് എന്നെ 2-3 കുത്തി പിടിച്ച് എന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീംമേറ്റ് വന്നിട്ട് രണ്ടെണ്ണത്തിനെ അടിച്ച് തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നെ അവർ വന്നിട്ട് പൊക്കിയിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പൊക്കിയിടാൻ പറ്റിയില്ല. അതിനുമുമ്പ് ഞാൻ കത്തം പോകുകയായിപ്പോയി ഫ്രണ്ട്സ്. അപ്പോൾ അവർ ഇറങ്ങി ഓടുന്നുണ്ട്. ഓടിപ്പോയിട്ട് ഇവരാണ് ക്വാഡ്രിലേറ്റർ കില്ല് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് നല്ല രീതിയിൽ കളിക്കും. ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ കളിക്കും. കുത്തിപ്പിടിയുടെ ആശാനാണ്. ക്വാഡ്രിലേറ്റർ കില്ല് അവരെടുത്തിട്ടുണ്ട്. അതിന് ഒരാളെ പൊക്കി വിട്ടിട്ടുണ്ട്. അടുത്ത കളിയിൽ എന്തായാലും ഞാൻ ചാവത്തില്ലെന്ന് ഉറപ്പിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു M500 അങ്ങോട്ട് എടുത്തു. പിന്നെ ഒരു ഫേമസ് അങ്ങോട്ട് എടുത്തു. ഫേമസൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചത് 100 രൂപ ഉണ്ടായിരുന്നു. 100 രൂപയ്ക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് നോക്കി. അതിന് മുമ്പ് ഞാൻ അറിയാതെ ചാടി കളിച്ച് സമയം അങ്ങ് പോയി. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ്, നമുക്ക് ഓടിത്തള്ളി ആ വീട്ടിലെ അതോട്ടേക്ക് കയറാം. എന്തായാലും ആ വീട്ടിൻ്റെ മണ്ടയിൽ നമ്മളെടുത്ത് ചാടുമെന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. 100%. എന്തായാലും ഞാൻ ഈ ബെഡ്റൂമിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് എടുത്ത് ചാടും. ഇത് നല്ല ബാൽക്കണിയാണ്. അല്ല, അവിടെയൊക്കെ ആൾക്കാരുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ചാടാം. തിരിച്ച് വന്നിട്ട് ചാടുന്നു ഫ്രണ്ട്സ്. ഞാൻ ചാടുമെന്ന് ചാടും. ആ കറക്റ്റ് പോയിൻ്റുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ചാടും. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇവിടെ കുറച്ച് നോക്കുന്നതാണ് വണ്ടിയെ. ഇവിടെ എന്തൊക്കെയാ അടിയും കുത്തും വെട്ടുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് കട്ടാന ഇഷ്ടമുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കട്ടാന എനിക്ക് കട്ടാന അധികം അങ്ങോട്ട് ഇഷ്ടമല്ല ഫ്രണ്ട്സ്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ 500 നിങ്ങൾ എങ്ങനെയെങ്കിലും 500 ലൈക്ക് ടാർഗറ്റ് എത്തിക്കണം. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ അതിനും കൂടെ ലൈക്ക് ടാർഗറ്റ് 500 വെച്ച് തരണം. പിന്നെ അപ്പോൾ ഒരു പ്ലെയർ ഇവിടെ കിടപ്പുണ്ട്. അവനെ പിടിച്ച് അടിച്ചങ്ങ് ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല, കളിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. കുറേ ന്യൂ പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ ഭയങ്കര കളിക്കാർ. എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പുതിയ അക്കൗണ്ടൊക്കെയാന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഇവിടുന്ന് എയർഡ്രോപ്പ് എടുക്കാൻ വിചാരിച്ചപ്പോഴാണ് കളി അങ്ങ് വിക്ടറി ആയത്. ഈ കളി എന്തായാലും കൊണ്ട് തോക്കും. കാരണം വെച്ചാൽ ഭയങ്കര ഇതാണ്. ഒരു കളിയെങ്കിലും തോക്കാതെ ഞാൻ ഒരു വിക്ടറി അടിക്കത്തില്ല. അതിന് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. നേരെ പോയി ചാടി കളിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഗൺ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടമില്ലാത്ത അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ എവിടെ നിന്നൊക്കെ അടി കൊള്ളുന്നു. എവിടുന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വെക്കേഷൻ പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സിന് മേളിൽ വേണം. അപ്പോൾ പിറകിൽ നിന്ന് ഒരുത്ത് അടിക്കുന്നത് എവിടെ നിന്നാണ് അടി കൊള്ളുന്നത്? ഈ വൂങ്കോങ് എന്ന് വെച്ചാൽ ക്യാരക്ടർ തന്നെ ഇഷ്ടമല്ല. വൂങ്കോങ്, മാക്സിമം, സ്റ്റെഫി, പിന്നെ ഓറിൻ നേരത്തെ ഇഷ്ടമല്ല, അതിപ്പോൾ ഇഷ്ടമാണ്. ക്രോണാണ് എനിക്കിഷ്ടമല്ലാത്ത. പിന്നെ ഏറ്റവും നല്ല ക്യാരക്ടർ എന്ന് വെച്ചാൽ മെഗ്വിലാണ്. മെഗ്വിലെന്ന് വെച്ചാൽ നല്ല പവർ ക്യാരക്ടറാണ് മെഗ്വിൽ. എന്തായാലും ഇവിടുത്തെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് തോക്കുമെന്ന് എനിക്ക് കാര്യം ഉറപ്പാണ്. ഇവരൊക്കെ ഒറ്റയ്ക്ക് ഇവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. കാരണം ആ സമയത്ത് ഒരു ഗ്ലൂ വാൾ ഇട്ടുകൂടെ അവർക്ക്. അപ്പോഴത്തേക്കും അവരൊരു വിക്ടറി അടിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് എന്തായാലും നമ്മൾ പ്രതിക്കാൻ, അത് റിവഞ്ചിൻ്റെ കളിയാണ് നടക്കാൻ പോകുന്നത്. ഒരു M500 എടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും കിണ്ണ് നോക്കിയിട്ട് അപ്പോൾ ഫേമസ് എടുത്തിട്ട് നൈസിൽ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ പോയിട്ട് കുറച്ച് മഷ്റൂം വാരിയൊക്കെ എടുത്ത് തിന്ന്. പിന്നെ ഒരു ഗ്ലൂ വാളും എടുത്തിട്ടുണ്ട്. ഗ്ലൂ വാൾ. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ താഴത്താൽ കളിച്ചു. അപ്പോൾ ഇതിലേക്കൂടെ ഓടിപ്പോകുമ്പോൾ എന്തായാലും ഒരു പ്ലെയർ വരും. ഈ ഭാഗത്തൂടെയാണ് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതായിരിക്കും. ഈ ഭാഗത്തൂടെ പോയപ്പോൾ ഒരു പ്ലെയറിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ
ഒരു പ്ലെയർ. ഓ ഫ്രണ്ട്സ്, ഇത് ടാറ്റൂസിനെ ഇല്ലേ അടിച്ച് എൻ്റെ തലയൊക്കെ തിരിച്ചു കിട്ടും. പൺഹാർട്ട് കിട്ടിയിട്ടുണ്ട്. വാ സെറ്റ് മോനെ. ഫസ്റ്റ് ഡൂം എടുത്തിട്ടുണ്ട്. നേരെ പോവാം. അപ്പോൾ നോക്കിയപ്പോൾ മെഡിക്കേറ്റ് അടിക്കാൻ നോക്കിയപ്പോൾ HP ഒന്നും തീർന്നിട്ടില്ല. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. എനിക്ക് ഓറൻ ക്യാരക്ടറിനെ കൂടുതൽ ഇഷ്ടം ആണിപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഓറൻ ക്യാരക്ടറിൻ്റെ അകത്ത് കുറച്ച് കോമ്പിനേഷൻ സ്കിൽസ് കൂടെ വെച്ചിട്ട് നമ്മൾ ഇട്ടാൽ നമുക്ക് ഈ മഷ്റൂം എടുക്കാതെ തന്നെ നമുക്കിപ്പോൾ ഓറിൻ്റെ ക്യാരക്ടറിൻ്റെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, എബിലിറ്റി. അത് ഞാൻ ഇപ്പോഴല്ല അറിഞ്ഞു, നേരത്തെ അറിഞ്ഞത്. അപ്പോൾ ആ 2 ക്യാരക്ടർ എങ്ങനെയെങ്കിലും എടുക്കണം, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റാഫേലും പിന്നെ എന്ത് പറയുന്നത് എൻ്റെ പേര്, റാഫേലും മെക്വീൽ. ബാക്കി 2 എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മളെന്തായാലും ബൂവ അടിക്കും ഫ്രണ്ട്സ്. നമുക്ക് എന്തായാലും ബൂവ അടിക്കും. ഒരു പ്ലെയർ കൂടെ ഉള്ളൂ, ബൂവ അടിക്കും. അപ്പം വിക്ടറി ബൂവ അടിച്ചിരിക്കുന്നു ഫ്രണ്ട്സ്. ബൂവ ഫ്രണ്ട്സ്, ഞാൻ ബൂവെന്നല്ല പറഞ്ഞത്. എൻ്റെ ഒരു തെറ്റ്. ഞാൻ എവിടെ നോക്കിയിട്ടാണ് പറയുന്നത്. 3ാമത്തെ ലെവൽ, അല്ല 3ാമത്തെ റൗണ്ടായതുള്ളൂ. അതിന് ബൂവ അടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ റെഡിയാവും. എന്നാലും നമ്മൾ ബൂവ അടിക്കും. അപ്പോൾ കാര്യം ഉറപ്പാണ്. നമ്മൾ അത്രയും പ്രോ പ്ലെയറാണ്. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ കളിയിലോട്ട് പോവാം. ഇപ്പോഴും അവന് നമ്മളെ അടിച്ച് തിരിച്ചു വിടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പം ഞാൻ നടക്കുന്നത്. ഓടിയോള് ഞാൻ മണ്ടാതെ ഇവിടെ ചാടി ഇറങ്ങുവാണ് ഫ്രണ്ട്സ്. ഓടിച്ചാടിപ്പോവാണ്. ഓ കെല്ലിയുടെ പവർ പക്ഷേ ടറ്റൂസിനുടെ അത്രയും ഇല്ല. പക്ഷെ ടറ്റൂസിനുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കെല്ലിയുടെ പോലെ അല്ല. ഓ ഫ്രണ്ട്സ്, ഒരു തമ്മിൽ ഒറ്റ അടി. ഓ എൻ്റെ മോനെ, ആ അടിയിലൂടെ തന്നെ അവൻ ചുരുങ്ങിക്കിടക്കുന്നവിടെ. നമ്മളെത്താണ് അവൻ്റെയൊക്കെ കളി. അട്ടിച്ചവൾ തിരിച്ചങ്ങ് വിട്ട്. പക്ഷെ നമ്മൾ ഇമോട്ടങ്ങനെ ഇട്ട അവന് ഈ കളി അങ്ങനെ തോറ്റിപ്പോയാൽ അവൻ അടുത്ത റൗണ്ടിൽ നമ്മളെ അടിച്ചിട്ട് ഇമോട്ടിടും. അതുകൊണ്ട് ഞാൻ ഇമോട്ടിട്ട് കളിക്കുന്നില്ല. ഇമോട്ട് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇമോട്ടിട്ട് കളിക്കൽ അതത്ര നല്ല കാര്യമല്ല. അപ്പോൾ ഇവിടെ ഒരു ഗ്ലൂ വാൾ കണ്ടു. ഗ്ലൂ വാളിൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് പോവാണ്. ഓ നല്ലൊരു ഗ്ലൂ വാൾ തന്നെ. അപ്പോഴത്തേക്ക് നമ്മൾ അടിച്ചടിച്ച് ഞാനിത് റിവേഴ്സ് വീഡിയോ ഇട്ടേക്കുവാണ്. നമ്മളെന്തായാലും ബൂവ അടിച്ചിട്ടുണ്ട്. ടാറ്റ ബൈ ഓൾ ഫ്രണ്ട്സ്. ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.